അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂൺ 25, 2023 ഉത്തർപ്രദേശിലെ അംറോഹയിലെ ഗജ്റൗല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അവിടെ ഒരു വീട്ടിൽ 55 വയസ്സുള്ള രാധിക എന്ന് പറയുന്ന സ്ത്രീ അവരുടെ കുക്കിംഗ് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യായിരുന്നു. രാവിലെ ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ താമസിക്കുന്ന, അതായത് അവരും അവരുടെ ഹസ്ബൻഡും താമസിക്കുന്ന ആ ഒരു വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 1-1.5 കിലോമീറ്റർ മാറിയിട്ടാണ് അവരുടെ മകനും മരുമകളും താമസിക്കുന്നുണ്ടായത്. ഗംഗാനഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ അവർ താമസിക്കുന്നുണ്ടായിരുന്നത്. അമിത് എന്നായിരുന്നു മകൻ്റെ പേര്, കോമൾ എന്നായിരുന്നു മരുമകളുടെ പേര്. അങ്ങനെ രാധിക തൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുകയാണ്, നിങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ മകൻ്റെ അടുത്തോട്ട് പോവാണ്, നിങ്ങൾ ഫുഡ് വന്ന് ഏറ്റെടുത്ത് കഴിച്ചോ, ഞാൻ കുറച്ച് വൈകിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ ആ ഒരു സമയത്ത് വീട്ടിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങിയത്. എന്നാൽ ആ ഒരു ദിവസം അവരുടെ ജീവിതത്തിലെ തന്നെ മറക്കാനാകാത്തൊരു ദിവസമായിട്ട് മാറുമെന്നുള്ളത് രാധിക ആ സമയത്ത് കരുതിയിട്ടുണ്ടായിരുന്നില്ല. അവർ നേരെ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ ഒരു ചോറും പാത്രവും കാര്യങ്ങളൊക്കെ പിടിച്ച് മകൻ്റെ വീട്ടിലോട്ട് നടന്നു പോകുമായിരുന്നു. സാധാരണഗതിയിൽ അവർ പോകുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും അവർ മകൻ്റെ വീട്ടിലോട്ട് പോവുക. അന്നത്തെ ദിവസം പോകുന്ന വഴിക്ക് പഴം കണ്ടു, അങ്ങനെ കുറച്ച് പഴമൊക്കെ മരുമകൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് വാങ്ങിയിട്ട് അതും കൂടെ കൊണ്ടാണ് അവർ നേരെ തന്നെ മകൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടായത്. അവിടെ എത്തി കോളിംഗ് ബെല്ലടിച്ചു, യാതൊരു റെസ്പോൺസും കാര്യങ്ങളൊന്നുമില്ല. കുറേ നേരം ബെല്ലടിച്ചു, ഡോറ് തട്ടി, അതേപോലെ തന്നെ കോമളുടെ പേര് വിളിച്ചിങ്ങേറ്റൊക്കെ നോക്കുകയാണ്. എന്നാൽ അകത്ത് നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ലാതായപ്പോൾ നേരെ കോമളുടെ ഫോണിലോട്ട് രാധിക വിളിക്കുകയാണ്. എന്നാൽ ആ ഒരു ഫോൺ ആ സമയത്ത് സ്വിച്ച് ഓഫ് ആയിരുന്നു. ഉടനെ തന്നെ തൻ്റെ മകൻ്റെ നമ്പറിലോട്ട് ഈ ഒരു അമ്മ ഡയൽ ചെയ്യാണ്. അപ്പോൾ അമിത് എടുത്തിട്ട് പറഞ്ഞു, ഞാൻ അമ്മാമ്മനെ കൊണ്ടാക്കാനായിട്ട് വേറെ ഒരു സ്ഥലത്തോട്ട് വന്നേക്കാണ്, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എത്തുള്ളൂ, അവളെന്തായാലും അകത്തുണ്ടല്ലോ, വേറെ എവിടെയും പോകുന്ന കാര്യം പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അമ്മ എന്തായാലും ഒന്ന് നോക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് മകൻ കോള് കട്ട് ചെയ്യായിരുന്നു. കുറച്ച് നേരം കൂടെയും ഇതേപോലെ തന്നെ നോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കോളിംഗ് ബെല്ലടിച്ചിട്ടും എന്താ പറയുക യാതൊരു റെസ്പോൺസും ഇല്ലാതായപ്പോൾ ഇവരാകെപ്പാടെ പാനിക് ആവുകയാണ്. നേരെ തന്നെ ഇവർ തൊട്ടടുത്തുള്ള നൈബറിൻ്റെ വീട്ടിലോട്ട് എത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ കൂടെ അപ്പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ എനിക്ക് താഴത്തോട്ട് ഇറങ്ങാൻ പറ്റും. തൻ്റെ വീട്ടിൽ മരുമകളെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല, ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സീനുള്ളത് കൊണ്ട് അങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അറിയാലോ എന്ന് നൈബേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു. നൈബേഴ്സ് അതിന് ഓക്കെ പറഞ്ഞു. അങ്ങനെ ഒരു രാധിക നേരെ തന്നെ അവരുടെ ടെറസിൻ്റെ മുകളിലൂടെ ഇപ്പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആ ഒരു സ്റ്റെയർ വഴി ഇറങ്ങി നോക്കുന്ന സമയത്ത് ബാക്ക് ഡോർ ഓപ്പൺ ആയിരുന്നു. അങ്ങനെ അവർ നേരെ തന്നെ അകത്തോട്ട് കയറി നോക്കുന്ന സമയത്ത് ആ ഒരു വീട് മുഴുവൻ അലങ്കോലമായിട്ട് കിടക്കുന്ന ആ ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. അതായത് ഡ്രസ്സും സാധനങ്ങളും അവിടെ കിടക്കുന്നുണ്ട്. അവർ ഇതേപോലെ തന്നെ ഒരു റൂമിലൊക്കെ പോയപ്പോൾ ഈ അലമാരൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് അതും ഇതൊക്കെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. അപ്പോൾ തൻ്റെ മരുമകൾക്ക് എന്ത് പറ്റിയെന്നുള്ളൊരു ഭയപ്പാടിൽ അവർ എന്താ പറയുക മരുമകളുടെ ബെഡ്റൂമിലോട്ട് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കോമൾ ബെഡിൽ ഇങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. പതിയെ ഈ ഒരു രാധിക അവരുടെ അടുത്തോട്ട് ചെന്ന് നോക്കിയപ്പോൾ തലയിലൊരു പാടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർ ശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ കൂടെ കണ്ട് പേടിച്ചു പോയ അവർ നേരെ തന്നെ ഫ്രണ്ട് ഡോറ് തുറന്നിങ്ങായിട്ട് പുറത്തോട്ട് ഇറങ്ങി ഓടുകയായിരുന്നു. തൊട്ടപ്പുറത്ത് ഒരു കട നടത്തുന്ന ഒരാളുണ്ടായിരുന്നു. ആളൊരു എക്സ് ആർമിമാൻ ആയിരുന്നു. ആളുടെ അടുത്തും കാര്യം പറഞ്ഞു, നൈബേഴ്സിൻ്റെ അടുത്തും കാര്യം പറഞ്ഞു. നൈബേഴ്സും എല്ലാവരും കൂടെയും ആ ഒരു വീട്ടിലോട്ട് ഓടി കയറുമായിരുന്നു. അപ്പോൾ അതിഭീകരമായ ഒരു കാഴ്ച കണ്ട് ഉടനെ തന്നെ അവർ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ കോമളിന് എന്താണ് സംഭവിച്ചത്? പട്ടാപ്പകൽ ആരാണ് അവരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്? പോലീസുകാർ എങ്ങനെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഉത്തർപ്രദേശിലെ ഗജ്റൗലയിലായിരുന്നു നരേന്ദ്ര സിംഗ് അതേപോലെ തന്നെ രാധിക ദേവി ദമ്പതികൾ താമസിച്ചിരുന്നത്. നരേന്ദ്ര സിംഗ് ഒരു ആർമിക്കാരനായിരുന്നു. ഇവർക്ക് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. 2ഉം ആൺകുട്ടികളായിരുന്നു. മൂത്ത കുട്ടിയുടെ പേര് അരുൺകുമാർ എന്നായിരുന്നു. രണ്ടാമത്തെ കുട്ടിയാണ് നമ്മളുടെ അമിത് കുമാർ. അപ്പോൾ ഈ ഒരു നരേന്ദ്ര സിംഗ് എന്താ പറയുക ആർമിയിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയിട്ട് വന്നിങ്ങായിട്ട് അതിന് ശേഷം ആളൊരു മില്ല് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഓയിൽ മില്ല്, സീഡ്സും കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്തിങ്ങായിട്ട് ഓയിൽ ഉണ്ടാക്കുന്ന മില്ലുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പരിപാടികളും കാര്യങ്ങളും ബിസിനസ്സൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ആളുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ഗോഡൗണൊക്കെ അവരുടെ വീടിൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവരുടെ മക്കളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മൂത്ത മകനായിട്ടുള്ള അരുൺകുമാർ കാനഡയിൽ സെറ്റിലായിരുന്നു. ആൾക്ക് അവിടെ സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു കേട്ടോ ആൾക്ക് ഉണ്ടായിരുന്നത്. വണ്ടികളുടെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുക, പെയിൻറ്റിങ് വർക്ക്സ്, അതേപോലെ തന്നെ സർവീസ് പരിപാടി കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആൾ അത്യാവശ്യം സെറ്റായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. ഇനിയിപ്പോൾ രണ്ടാമത്തെ മകനായിട്ടുള്ള അമിത് കുമാറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നവംബർ 23, 2021 ആളുടെ വിവാഹവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. കോമൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവൾ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ പഠിച്ചു വന്നതായിരുന്നു. ഇയാളാണെന്ന്
പറയുകയാണെന്നുണ്ടെങ്കിൽ ബി.എഡും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, കാനഡയിലോട്ട് ചേട്ടൻ്റെ അടുത്തോട്ട് പോകാനുള്ള എക്സാംസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു അവരുണ്ടായിരുന്നത്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചേട്ടൻ്റെ അടുത്തോട്ട് പോകുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവരുടെ അത്യാവശ്യം റിച്ച് ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നരേന്ദ്രയും രാധികാദേവിയും അവരുടെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു എന്താ പറയുക, അമിത് കുമാറും കോമളും കുറച്ച് മാറിയിട്ടുള്ള അവരുടെ തന്നെ വേറൊരു വീടുണ്ടായിരുന്നു. അതായത് അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ട് അവരുടെ തന്നെ വേറെ വീട്, ആ ഒരു വീട്ടിലോട്ട് താമസം മാറിയായിരുന്നു. അവിടെ ഇരുന്നിട്ട് അവർ എന്താ പറയുക, കൂടുതലായിട്ട് ഈ ഒരു സ്റ്റഡീസിലോട്ടും കാനഡയിലോട്ട് പോകുന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ രാധികാദേവി കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മകൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കും, ചില ദിവസങ്ങളിൽ മകൻ്റെ വീട്ടിൽ നിന്നും കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലോട്ട് കൊണ്ടു കൊടുക്കും. അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നിരുന്നത്. ആ സമയത്താണ് പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഇങ്ങനൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. അപ്പോഴത്തേനും പോലീസ് ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ നേരെ തന്നെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൂടെ കണ്ട് ആകപ്പാടെ തകർന്നു പോയ ഈ ഒരു രാധികാദേവി തലയിറങ്ങി നിലത്ത് വീഴായിരുന്നു. അവർ വീണ വഴിക്ക് ഒരു കല്ലിൽ അവരുടെ തലയിടിച്ചിട്ട് അവരുടെ ബോധം പോവാണ്. അതുകൊണ്ട് തന്നെ അവരെ നേരെ തന്നെ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പോലീസുകാരെത്തി നോക്കുമ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ക്രൈം സീൻ കണ്ടത് രാധികാദേവിയാണ്. അവരാണെന്നുണ്ടെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിലുമായിരുന്നു. പിന്നെ അവിടെ കൂടിയിരുന്നത് നൈബേഴ്സൊക്കെ ആയിരുന്നു. പോലീസുകാർ ഈ ഒരു ക്രൈം സീൻ കണ്ടപ്പോൾ ആ പെൺകുട്ടി ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടന്നിട്ടുണ്ടാവുക എന്നുള്ളൊരു അസംഷനിലോട്ടാണ് അവർ എത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ബെഡിൽ വേറെ സ്ട്രഗിൾ നടന്നതിൻ്റെ യാതൊരു പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ ഒരേ ഒരു ബുള്ളറ്റ് വുണ്ട് ആ പെൺകുട്ടിയുടെ നെറ്റിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴത്തേനും പോലീസുകാർ വിവരം അറിയിച്ചിട്ട് ഡോഗ് സ്ക്വാഡ്, ഫോറൻസിക് ടീം, ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെല്ലാവരും അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഫർദർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഡോഗിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോഗ് ജസ്റ്റ് സ്മെല്ല് ചെയ്തിട്ട് ആ ഒരു വീടിൻ്റെ ചുറ്റും തന്നെ കിടന്ന് ഓടുകയായിരുന്നു. അത് അവിടെ നിന്ന് വേറെ എങ്ങോട്ടും പോയില്ല. അപ്പോൾ ഡോഗിനെ കൊണ്ട് പ്രത്യേകിച്ചൊരു ഉപകാരമില്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. ഫോറൻസിക് അധികൃതർ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, ആ ഒരു പെൺകുട്ടി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടന്നിട്ടുള്ളത്. അതായത് അത്യാവശ്യം ക്ലോസ് റേഞ്ചിൽ നിന്നായിരുന്നു ഈ ഒരു നെറ്റിയിലോട്ട് വെടിവെച്ചിട്ട് ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള എൻട്രി ഒന്നും തന്നെ നടന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു കില്ലർ എങ്ങനെയാവും വീട്ടിലോട്ട് വന്നിട്ടുണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ബാക്ക് ഡോർ തുറന്ന് കിടന്നിരുന്ന സമയത്ത് നൈസായിട്ട് ആളകത്ത് കയറിയിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക, ടെറസ് വഴി ചാടി ഉള്ളിൽ കൂടെ ആ ഒരു ഡോർ ലോക്ക് ചെയ്യാത്ത കാരണം ഇറങ്ങിയിട്ട് ഈ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള 2 അസംഷനിലോട്ടാണ് പോലീസുകാർ എത്തിയത്. പിന്നെ ഒരു കൊലപാതകം നടത്തിയതിന് ശേഷം ആ ഒരു വഴി തന്നെ ആൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം. പിന്നെ വീട് മുഴുവൻ സെർച്ച് ചെയ്തപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഗോൾഡും പൈസയും കാര്യങ്ങളും എല്ലാം തന്നെ മോഷണം പോയിട്ടുണ്ടെന്നുള്ളതും പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിന്നെ പോലീസിൻ്റെ വേറൊരു സംശയം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പെൺകുട്ടിക്ക് 10-26 വയസ്സ് പ്രായമുള്ളൂ. ഈ പെൺകുട്ടിക്ക് വേറെ ഏതെങ്കിലും കാമുകനുണ്ടായിരുന്നോ? ആൾ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗോൾഡും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് മുങ്ങിയതാണോ എന്നുള്ളൊരു സംശയത്തിലും പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ കറക്റ്റ് ആ ഒരു സമയത്ത് ഇവരുടെ ഹസ്ബൻഡ് എവിടെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞിട്ട് പോലീസുകാർ അന്വേഷിച്ചപ്പോഴാണ് വേറൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 2-3 ദിവസം മുൻപ് അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് ഒരു അമ്മൂമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മനെ കൊണ്ടാക്കാനായിട്ട് അന്നത്തെ ദിവസം രാവിലെ ഈ പയ്യൻ ബൈക്കായിട്ട് പോയാണ്. അതിനുശേഷം ആ പയ്യൻ തിരിച്ചു വരുന്നതിൻ്റെ ഇടയിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പയ്യൻ്റെ അലബയും കാര്യങ്ങളൊക്കെ പോലീസുകാർ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് 2-3 ദിവസം മുൻപ് അമ്മൂമ്മ വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം രാവിലെ അമ്മൂമ്മയും കൊണ്ട് ഈ പയ്യൻ പോയിട്ടുണ്ടായിരുന്നു. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ കൺഫേം ചെയ്യുകയും ചെയ്തു. പിന്നെ അന്നത്തെ ദിവസം അമിത് കുമാറിൻ്റെ അച്ഛനായിട്ടുള്ള നരേന്ദ്രയുടെ പരിപാടികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതും പോലീസുകാർ ക്രോസ് ചെക്ക് ചെയ്യാണ്. അപ്പോൾ സാധാരണ പോലെ തന്നെ അന്നത്തെ ദിവസം ആൾ രാവിലെ എഴുന്നേറ്റ് ആളുടെ കടയിലോട്ടൊക്കെ പോയിട്ടുണ്ടെന്നുള്ളതും പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ പോലീസുകാർ നോക്കുമ്പോൾ ഈ ഒരു വീടിനെ കുറിച്ച് അറിയുന്ന ആരെങ്കിലും ആയിരിക്കാം. അതുകൊണ്ടാണല്ലോ ബാക്ക് ഡോർ വഴിയൊക്കെ കയറാനുള്ള ഒരു ചാൻസ്. മേ ബി ഈ ഒരു വീട്ടിൽ ബാക്ക് ഡോർ എപ്പോഴും അടക്കാറില്ല എന്നറിയുന്ന നൈബേഴ്സിൽ ആരെങ്കിലും ആണെങ്കിലോ. അങ്ങനെ ആ ഒരു നൈബേഴ്സിൽ ഇത്തരത്തിൽ ക്രൈം ചെയ്യാൻ സാധ്യതയുള്ള, അല്ലാന്നുണ്ടെങ്കിൽ വീടിൻ്റെ ചുറ്റുള്ള ആളുകളിൽ ഇത്തരത്തിൽ ക്രൈം ചെയ്യാൻ സാധ്യതയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് പോലീസുകാരിങ്ങനെ അനലൈസ് ചെയ്യാണ്. അപ്പോഴാണ് അവരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വെൽഡിങ് വർക്ക്ഷോപ്സിലത്തെ ഒരു പയ്യനെ പോലീസുകാർ കാണുന്നത്. അപ്പോൾ ഈ ഒരു പയ്യൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക്ഷോപ്പിൽ കുറേ വർഷങ്ങളായിട്ട് ആ പയ്യൻ വർക്ക് ചെയ്യാണ്. ആ പയ്യൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പണിയെടുക്കുന്നുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരൊക്കെ നോക്കുന്നുണ്ടാവും. അങ്ങനെ സാധാരണ അവനവൻ്റെ ജോലി ചെയ്യുന്നൊരു പയ്യൻ. ഇനിയിപ്പോൾ ആ വീട്ടിൽ ആളില്ല എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിനോടൊരു അട്രാക്ഷൻ തോന്നിയിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, പൈസക്ക് വേണ്ടിയിട്ടോ എങ്ങാനും ആ പയ്യൻ ഇതേപോലെ നൈസായിട്ട് കയറിയിട്ട് മോഷ്ടിച്ചിട്ട് ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ട് ഒന്നും അറിയാത്തതുപോലെ വീണ്ടും പുറത്തു വന്നിരിക്കുന്നതാണോ എന്നുള്ളൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ആ ഒരു പയ്യനെ കസ്റ്റഡിയിലെടുക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ആ ഒരു പയ്യൻ അതിൽ ഒന്നും തന്നെ പങ്കാളിയല്ല എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയായിരുന്നു. എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും ഈ ഒരു കേസിൽ യാതൊരു ലീഡും കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. എന്നാലും ആ ഒരു പയ്യനെ ക്വസ്റ്റ്യൻ ചെയ്തതിൽ നിന്നും ചില കാര്യങ്ങൾ പോലീസിന് മനസ്സിലാവുകയായിരുന്നു.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോലീസിന് ഒരു റിപ്പോർട്ട് കിട്ടുന്നത്. ഈ കോമൾ മരിച്ചിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറേ ആയിട്ടുള്ളൂ. അതായത് രാധികാദേവി അവിടെ എത്തുന്നതിനും കുറച്ച് നേരങ്ങൾക്ക് മുൻപ് മാത്രമാണ് ആ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുണ്ടായത്. അപ്പോൾ കില്ലർ പെട്ടെന്ന് തന്നെ ഒരു കൊലപാതകം നടത്തിയിട്ട് പെട്ടെന്ന് തന്നെ മോഷണവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടാവണം. അതായത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിലായിരിക്കണം ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിലത്തെ പണിക്കാരൻ കുറച്ചപ്പുറത്ത് മാറിയിരുന്ന് പണിയെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പോലീസുകാർ ചോദിച്ചു, സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ആരെങ്കിലും അങ്ങോട്ട് വരുന്നതോ പോകുന്നതോ എന്തെങ്കിലും നീ കണ്ടിട്ടുണ്ടായിരുന്നോ എന്നുള്ളത്. എന്നാൽ ആൾ പറഞ്ഞു, വേറെ ആരും തന്നെ അങ്ങോട്ട് പോകുന്നതും വരുന്നതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ആകപ്പാടി ഒരു രാധികാദേവി മാത്രം അങ്ങോട്ട് പോകുന്നതും വരുന്നത് താൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുള്ളൊരു കാര്യവും ആൾ വ്യക്തമായിട്ട് പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ ഈ ഒരു കേസിൽ ഒരു എത്തും പിടിയില്ലാതെ പോലീസുകാരൻ നിൽക്കുന്ന സമയത്താണ് കോമളുടെ ഫാമിലി പോലീസിൻ്റെ അടുത്തൊരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സ്ത്രീധനത്തിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ഈ രാധികാദേവിയും അവരുടെ ഫാമിലിയും തങ്ങളെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നുണ്ട്. അമിത്താണെന്നുണ്ടെങ്കിലും വൈഫിൻ്റെ അടുത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പെരുമാറുന്നത്. അപ്പോൾ ഈ ഒരു അമിത്തും രാധികയും അതേപോലെ തന്നെ നരേന്ദ്രയും കൂടിച്ചേർന്നിട്ട് തങ്ങളുടെ മകളെ കൊന്നതാകാനുള്ളൊരു സാധ്യതയുണ്ട്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ ഒരു ആംഗിളിൽ കൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു കംപ്ലയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ കേസ് അന്വേഷിക്കാനും തുടങ്ങി. പോലീസുകാർ നോക്കുമ്പോൾ ആ ഒരു വീട്ടിലോട്ട് ഫോഴ്സ്ഡ് എൻട്രി നടന്നിട്ടില്ല, അതേപോലെ തന്നെ എന്താ പറയുക സ്ട്രഗിളും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അറിയുന്ന ആരോ നൈസായിട്ട് ആ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയിട്ട് പിന്നെ ഡ്രാമ കളിക്കുന്നത് ആവാനുള്ള സാധ്യത ഒന്നും തന്നെ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ലല്ലോ. എന്നാലും ഡയറക്റ്റായിട്ട് അവരിലോട്ട് എത്തുന്ന ഒരു ലീഡും തന്നെ കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ആ ഒരു ഏരിയയിലുള്ള കംപ്ലീറ്റ് CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് പോലീസുകാർ തീരുമാനിക്കുന്നത്. എന്തെങ്കിലും ഒരു ലീഡ് കിട്ടുമെന്ന് അവർക്ക് അറിയായിരുന്നു. അങ്ങനെ ആ CCTV വിഷ്വലും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽ വിടുകയാണ്. ഈ ഒരു രാധിക ഈ ഇൻസിഡൻറ്റ് നടന്ന ദിവസം 2 പ്രാവശ്യം അങ്ങോട്ട് പോയിട്ടുണ്ട്. അതായത് രാവിലെ ഒരു തവണ ഇതേപോലെ തന്നെ തൻ്റെ മകൻ്റെ വീട്ടിലോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ രണ്ടാമത് മകൻ്റെ വീട്ടിലോട്ട് പോയിട്ട്, അതായത് കുറച്ച് സമയം ഡിഫറൻസിനുള്ളിൽ രണ്ടാമത് മകൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് നൈബറിൻ്റെ അടുത്തോട്ട് പോകുന്നതും നൈബറിൻ്റെ വീടിൻ്റെ ഇതിലൂടെ തൻ്റെ സ്വന്തം വീട്ടിലോട്ട്, അതായത് മകൻ താമസിക്കുന്ന വീട്ടിലോട്ട് ഇറങ്ങുന്നതും അതേപോലെ തന്നെ ഈ ഒരു ഡെഡ് ബോഡിയും കാര്യങ്ങളൊക്കെ ഡിസ്കവർ ചെയ്യുന്നതും അതിനുശേഷം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നതും. അപ്പോൾ ഈ 2 പ്രാവശ്യം വന്നതിനെ കുറിച്ചിട്ട് അവർ പോലീസിൻ്റെ അടുത്ത് മൊഴി കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു സംശയമായിട്ട് പോലീസിൻ്റെ ഉള്ളിൽ നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് പോലീസിന് ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വീടിൻ്റെ ആ ഒരു ഏരിയയിലുള്ള CCTV വിഷ്വൽസ് ആയിരുന്നു. അതായത് ഒരു രാധികയും നരേന്ദ്ര സിംഗും താമസിക്കുന്ന വീടിൻ്റെ അവിടെയുള്ള CCTV വിഷ്വൽസ് പോലീസുകാരിങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഒരു CCTV അവരുടെ ആ ഒരു ഗോഡൗണിൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നരേന്ദ്ര സിംഗിന് എണ്ണയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ ബിസിനസ്സൊക്കെയാണെന്ന്. അപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് വലിയൊരു ഗോഡൗൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗോഡൗണിൻ്റെ ഉള്ളിലെ CCTV ക്യാമറയും കാര്യങ്ങളൊക്കെ പോലീസുകാർ പരിശോധിക്കുമ്പോൾ വേറൊരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാധിക ആ ഒരു ഗോഡൗണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അവരുടെ സാരിയുടെ ഇടയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു സാധനം അവർ എടുക്കുന്നുണ്ട്, എന്നിട്ട് ഇങ്ങനെ എയിം ചെയ്യുന്നുണ്ട്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണ്ണായിരുന്നു, ഒരു നാടൻ ഗണ്ണ് അവരവരുടെ കയ്യിൽ കൊണ്ട് നടന്നു കഴിഞ്ഞിട്ട് ആ ഒരു ഗോഡൗണിൽ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പൊസിഷനിങ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും പോലീസിന് ലഭിക്കുകയാണ്. ഇത്രത്തോളമൊക്കെ ആയപ്പോൾ പോലീസിന് കാര്യങ്ങളുടെ കിടപ്പുവശം ഏകദേശമൊക്കെ മനസ്സിലായി. അങ്ങനെ നേരെ തന്നെ പോലീസുകാർ ഈ ഒരു രാധികയെ കസ്റ്റഡിയിലെടുക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. അവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ പോലീസിന് ലഭിച്ചത്. ഈ ഒരു രാധികയുടെയും അതേപോലെ തന്നെ കോമളുടെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിവാഹം കഴിഞ്ഞ ആ ഒരു സമയത്ത് തുടങ്ങിയിട്ട് ഇവർ തമ്മിൽ ഒരു സിങ്കില്ല. മെയിനായിട്ടുള്ളൊരു കാര്യം, ഈ കോമള് വീട്ടുജോലി കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാത്തൊരു കൂട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ വീട്ടിൽ വെച്ചിട്ടും അവർക്കത് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അവർ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു വന്നു, വീട്ടിലത്തെ പണികളും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അവരുടെ ഇൻട്രസ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും IELTS കാര്യങ്ങളൊക്കെ പാസ്സായി അതേപോലെ തന്നെ അവിടെ എന്തെങ്കിലും യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ നോക്കി നേരെ അങ്ങോട്ട് പോകണം, കാനഡയിൽ പോയി കഴിഞ്ഞിട്ട് സെറ്റിൽ ആവണം എന്നുള്ള ആ ഒരു എയിമിൽ അവരിങ്ങനെ പഠിക്കുക എന്നുള്ളൊരു മൈൻഡിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ വേറൊരു സീൻ ഉണ്ടായിരുന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവർ 4 പേരും കൂടെയും അവരുടെ ആ ഒരു തറവാട് വീട്ടിലായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷമാണ് കോമൾ പറയുന്നത് പഠിപ്പിലും കാര്യങ്ങളിലൊന്നും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അതേപോലെ തന്നെ പാരൻസിൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന്. അതിനുശേഷമാണ് അവർ കുറച്ച് നീങ്ങിയിട്ടുള്ള, അതായത് 1.5 കിലോമീറ്റർ മാറിയിട്ടുള്ള മറ്റേ വീട്ടിലോട്ട് താമസം മാറുന്നത്.
അപ്പോൾ ഈ ഒരു രാധിക അതിന് ശേഷവും ഇടയ്ക്കിടയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ട് മകൻ്റെ വീട്ടിലോട്ട് വരും, മകൻക്കും മരുമകൾക്കുള്ള ഫുഡൊക്കെ കൊടുക്കും, അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ വരും, ചില ദിവസങ്ങളിൽ അവിടെ താമസിക്കും. എന്നാൽ അങ്ങനെ താമസിക്കുന്നതൊന്നും തന്നെ കോമളിന് ഇഷ്ടമല്ല. എന്തിനാണ് നിങ്ങളുടെ അമ്മ ഇവിടെ നിന്ന് നിൽക്കുന്നത്, അവർക്ക് വീട്ടിൽ ഇപ്പോൾ കൂടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ അമിത്തിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഇതും കാര്യങ്ങളും എല്ലാം തന്നെ രാധിക കേൾക്കുകയും ചെയ്യും. അതിൻ്റെ പേരിലും മരുമകളുടെ അടുത്ത് ഇവർക്ക് വേറെ രീതിയിലുള്ളൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇത്രയും കാലം താൻ ഓമനിച്ച് വളർത്തിയ തൻ്റെ മകനെ പൂർണ്ണമായിട്ടും തന്നിൽ നിന്ന് എടുത്ത് കയറ്റി അവളുടെ അത് മാത്രമാക്കാനാണോ നോക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഈ ഒരു രാധികയ്ക്ക് വരികയാണ്. അതേപോലെ തന്നെ നാട്ടിൽ 1.5 കിലോമീറ്റർ മാറിയിട്ടുണ്ടായിട്ട് ഇങ്ങനെ ഇനിയിപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കാനഡയ്ക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു മകനേ ഉണ്ടാവില്ലല്ലോ, ഞാൻ എന്താണ് ഈ ചെയ്തത് എന്നുള്ളൊരു ചിന്തയായി അവർക്ക്. കാരണം അവരും കൂടെ മുൻകൈ എടുത്തിട്ടായിരുന്നു ഈ ഒരു വിവാഹവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊന്നുമല്ലാതെ അവർ അലട്ടിയിരുന്ന അടുത്തൊരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് ആ വീട്ടിലെ മെയിനായിട്ടുള്ള എല്ലാ പണികളും ചെയ്യുന്നത് അവരുടെ മകനായിട്ടുള്ള അമിതാണ്. അതായത് വീട് ക്ലീൻ ചെയ്യുക, കുക്ക് ചെയ്യുക, ഡ്രസ്സ് വാഷ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേയൊക്കെ ചെയ്തിരുന്നത് അമിതായിരുന്നു. കോമൾ സഹായിക്കാറുണ്ടായിരുന്നു എന്നൊന്നുമല്ല കേട്ടോ, അവർ രണ്ടുപേരും കൂടെ ആയിരുന്നു ഈ വർക്ക് ചെയ്തിരുന്നത്. എന്നാൽ ഈ ഒരു അമ്മ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് പരിപാടികൾ തൻ്റെ മകനാണ് ചെയ്യുന്നത്. ഇവളുടെ കാര്യം വല്ല യൂണിവേഴ്സിറ്റിയിൽ അവിടെയൊക്കെ പോയി പഠിച്ചു വന്നു, അതിനുശേഷം തൻ്റെ മകനെ കൊണ്ട് അടുക്കളപ്പണി എടുപ്പിക്കുകയാണോ എന്നുള്ളൊരു ചിന്ത കൂടെ അവർക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ താനും വീട്ടുകാരും എല്ലാവരും കൂടെ മകൻ്റെ തലയിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിനെ കെട്ടി വെച്ചു. ഇനിയിപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഇതിനൊരു സമാധാനം ഉണ്ടാവുമോ, ഇവർ ഇനിയിപ്പോൾ കാനഡയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും മകൻ്റെ അവസ്ഥ എന്തായിരിക്കും, അപ്പോൾ ഈ ഒരു സ്ത്രീ ഉള്ളിടത്തോളം കാലം തൻ്റെ മകൻക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്ത ഇവരുടെ ഉള്ളിലോട്ട് വരികയാണ്. അതായത് ഒരു ഓവർ പ്രൊട്ടക്റ്റീവായിട്ട് ആ ഒരു പൊസസീവ്നെസ്സും ആ ഒരു ഓവർ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ആ ഒരു സാധനമൊക്കെ വർക്കൗട്ടായിട്ട് എങ്ങനെയെങ്കിലും തൻ്റെ മകൻ്റെ ഭാര്യനെ ഒഴിവാക്കണം എന്നുള്ളൊരു ചിന്തയിലോട്ട് അവരെത്തുകയാണ്. ആ ഒരു സ്ത്രീയെ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടും മകനെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ മകൻ സന്തോഷമായിട്ട് ജീവിച്ചോളും എന്നുള്ളൊരു ചിന്തയിലോട്ടായിരുന്നു ആ സ്ത്രീ എത്തിയത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അവർ ആദ്യം തന്നെ തൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുകയാണ്. ഹസ്ബൻഡ് ആദ്യമൊക്കെ ഒരു ഇത് പറഞ്ഞെന്നുണ്ടായിരുന്നെങ്കിലും പിന്നീട് അവരുടെ പരിപാടിക്ക് ഓക്കെ പറയുമായിരുന്നു. അതിനുശേഷം മകനും അറിഞ്ഞുകൊണ്ടായിരുന്നു കേട്ടോ ഇത്തരത്തിലുള്ളൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാം തന്നെ തൻ്റെ സ്വന്തം കൈകൊണ്ടായിരുന്നു ഈ ഒരു രാധികാദേവി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിനു വേണ്ടിയിട്ട് ഒരു ഗണ്ണ് വേണമല്ലോ. ഇവരുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ഉണ്ടായിരുന്നു. ആ ഒരു പയ്യന് ഏകദേശം 10,000 രൂപ ഒക്കെ കൊടുത്തിട്ടായിരുന്നു നാടൻ തോക്കും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അഡ്വാൻസ് ആയിട്ട് 10,000 പിന്നെയും കുറേ പൈസ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പയ്യനും ഇതിന് ഹെൽപ്പ് ചെയ്യാണ്, ഗണ്ണ് കൊടുത്തു കഴിഞ്ഞിട്ട്. അതിനുശേഷം ഇവർ കറക്റ്റായിട്ട് ദിവസങ്ങളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മറ്റേ നാട്ടിൽ നിന്ന് അമ്മൂമ്മ വരുന്നതും അന്നത്തെ ദിവസം കറക്റ്റായിട്ട് ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് അവർ തീരുമാനിക്കുന്നതും അതേപോലെ തന്നെ മകനോട് ഈ അമ്മൂമ്മനെയും കൊണ്ട് നാട്ടിലോട്ട് പോകാനായിട്ട് പറയുന്നതും. ഇവർ രണ്ടുപേരും അമ്മൂമ്മയും അതേപോലെ തന്നെ ഈ അമിത്തും നേരെ ബൈക്കിന് പോകുന്ന സമയത്ത് ഇവർ നേരെ തന്നെ ആ ഒരു വീട്ടിലോട്ട് എത്തുന്നതും. ആദ്യത്തെ സമയം രാവിലെ തന്നെ ആ ഒരു വീട്ടിലോട്ട് എത്തുന്ന സമയത്ത് ഇവർ കോളിംഗ് ബെല്ലടിച്ചു. നേരെ കോമൾ വന്ന് ഇങ്ങനെ ഡോറ് തുറന്നു. ഏകദേശം ഒരു 8-9 മണി 9 മണി കഴിഞ്ഞ ടൈമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴും കോമൾ കിടന്നുറങ്ങായിരുന്നു. ഡോറ് തുറന്ന് ഇവരകത്ത് കയറി കോമൾ വീണ്ടും പോയി കിടന്നുറങ്ങുകയാണ്. ഈ ഒരു സമയത്ത് ഇവർ സാരിയിൽ ഗണ്ണ് ഒളിപ്പിച്ച് വെച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ ആ ഒരു വീട് മുഴുവൻ നോക്കുന്ന സമയത്ത് ക്ലീനിങ്ങും പരിപാടിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. കിച്ചണൊക്കെ ആകാലം കൊലായിട്ട് കിടക്കുകയാണ്. ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ അവർക്ക് പിന്നെയും ദേഷ്യം വരികയാണ്. ഉറങ്ങി കിടന്നിരുന്ന കോമളുടെ റൂമിലോട്ട് ചെന്നിങ്ങേറ്റ് നെറ്റത്ത് അവർ ഗണ്ണ് വെച്ചിട്ട് അവരെ പൊട്ടിക്കുകയായിരുന്നു. എന്നിട്ട് അവർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ദേഹത്തോട്ട് ജസ്റ്റ് ബ്ലഡൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ബാക്കിലോട്ട് പോയിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യാണ്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന അലമാരയും കാര്യങ്ങളും എല്ലാം തുറന്നിങ്ങായിട്ട് ഗോൾഡും പരിപാടിയും പൈസ എല്ലാം എടുത്തു. എന്നിട്ട് അതൊരു മോഷണം നടന്നൊരു സ്ഥലമാണെന്നുള്ളൊരു രീതിയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ട് ആ ഒരു ഗോഡൗൺ ഉണ്ടല്ലോ അവരുടെ, ആ ഗോഡൗണിൽ ഈ സാധനങ്ങളെല്ലാം തന്നെ ഒളിപ്പിച്ചു വെക്കുമായിരുന്നു. അതിനുശേഷമാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഫുഡും പരിപാടിയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ തിരിച്ചു വരുന്ന വഴിക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങി എന്നത്തെയും പോലെ ഒന്നും അറിയാത്തതുപോലെ ഫുൾ അഭിനയിച്ച് നേരെ മകൻ്റെ വീട്ടിലോട്ട് വരുന്നതും കോളിംഗ് ബെല്ലടിക്കുന്നതും ഫോണിലോട്ട് വിളിക്കുന്നതും അതേപോലെ തന്നെ മകനെ വിളിച്ച് ചോദിക്കുന്നതും പിന്നെ നൈബറിൻ്റെ അടുത്തോട്ട് പോയിട്ട് വീടിൻ്റെ അപ്പുറത്തേക്ക് ചാടാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുന്നതും അതേപോലെ തന്നെ പിന്നീട് ഷോക്കായിട്ട് തല ഇറങ്ങി വീണതുപോലെ അഭിനയിക്കുന്നതും അതേപോലെ തല കല്ലും മേടിച്ച് ബോധം പോയി എന്നൊക്കെയുള്ള രീതിയിൽ അഭിനയിച്ചതായിരുന്നു. അല്ലാതെ അവരുടെ ബോധമൊന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ ആദ്യം പോലീസുകാർ ഈ ഒരു ക്രൈം സീൻ ആദ്യം കണ്ടതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ തനിക്ക് വയ്യാന്നുണ്ടെങ്കിൽ കുറച്ച് അത്ര ഇൻറ്റൻസ് ആയിട്ട് അത്ര ഈ ഒരു രീതിയിൽ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യില്ലല്ലോ, അതുകൂടെ അവർ മനസ്സിൽ കരുതിയിട്ടായിരുന്നു അങ്ങനെ അഭിനയിച്ചും കയറി നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ടായത്. ഇവരുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ലഭിച്ചതിന് ശേഷം ഇവരുടെ ഹസ്ബൻഡായിട്ടുള്ള നരേന്ദ്ര സിംഗിനെയും അതേപോലെ തന്നെ മകനായിട്ടുള്ള അമിത്തിനെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യാണ്. ഇവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണെന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും
ഈ ഒരു കേസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയിലിലുമാണുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റജിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.